സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല. ഹിന്ദു ഐക്യവേദി കൊച്ചിൻ കോർപ്പറേഷൻ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പള്ളുരുത്തി ശ്രീ അഴകിയകാവ് ഭഗവതി ക്ഷേത്രഭൂമി സംരക്ഷണ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് വിശദീകരണ യോഗം നടത്തി. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് അഴകിയകാവ് ഭഗവതി ക്ഷേത്രത്തിന് മുൻവശത്ത് വെച്ച് നടന്ന വിശദീകരണ യോഗത്തിൽ ഹിന്ദു ഐക്യവേദി കൊച്ചിൻ കോർപ്പറേഷൻ സമിതി അധ്യക്ഷൻ ടി.പി. പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ സമിതി സംഘടനാ സെക്രട്ടറി പി.വി. ജയകുമാർ സ്വാഗതം പറഞ്ഞു. പരിപാടിയിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ.വി. ബാബു നാലാമത്തെ തവണയാണ് ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നതും നിങ്ങളുടെ സമരത്തിൽ പങ്കാളിയാവുന്നതും. ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു സമ്മേളനത്തിൻ്റെ കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച് പത്മനാഭേട്ടൻ നമ്മളോട് പറഞ്ഞു. ഇക്കഴിഞ്ഞ മെയ് മാസം 11-ാം തീയതി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിക്ക് വേണ്ടി ഡെപ്യൂട്ടി സെക്രട്ടറി അനു AS എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥ അവരൊരു നോട്ടീസ് പരാതിക്കാർക്കും അതുപോലെ കൊച്ചിൻ ദേവസ്വം ബോർഡിനും ഒക്കെ അതിൻ്റെ കോപ്പി വെച്ചിട്ടുണ്ട്. അതായത് കൊച്ചിൻ ദേവസ്വം ബോർഡ് 2019 ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു. ആ അപേക്ഷയാണ് നമ്മുടെ സർവേ നമ്പർ 613/1, 613/3 എന്ന 2 സ്ഥലങ്ങൾ. അത് റവന്യൂ പുറമ്പോക്കിലായിട്ടാണ് കിടക്കുന്നത്. അത് ദേവസ്വം പുറമ്പോക്കാക്കി മാറ്റണം. വേളി പുറമ്പോക്ക് ഭൂമി, വേലവെളി പുറമ്പോക്ക് ഭൂമി എന്നുള്ളത് ദേവസ്വം പുറമ്പോക്ക് ഭൂമിയാക്കി മാറ്റണം എന്നൊരു അപേക്ഷ കൊച്ചിൻ ദേവസ്വം ബോർഡ് കൊടുത്തിരുന്നു. അങ്ങനെ കൊടുക്കുമ്പോൾ അതിന് ചരിത്രപരമായ ഒരു വസ്തുത ഇവിടെ ഉണ്ട്. നമുക്കറിയാം, ഈ ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു 800 വർഷക്കാലത്തെ പഴക്കമുണ്ട് എന്നാണ്. ഈ ക്ഷേത്രത്തിന് 800 വർഷക്കാലത്തെ പഴക്കമുണ്ട്. 1-2 വർഷമല്ല. വളരെ ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന ഒരു നാടാണ്. കൊടുങ്ങല്ലൂർ ഭരണിയായിട്ടൊക്കെ ഈ ക്ഷേത്രത്തിന്റെ ബന്ധം എല്ലാവർക്കും പറയും. മീനമാസത്തിലെ ഭരണിയാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ഉത്സവം, നമുക്കറിയാം. അപ്പൊ ഇവിടെ പങ്കെടുത്തിട്ട് വേണം കൊടുങ്ങല്ലൂർ പോകാൻ എന്നുള്ളൊരു ഐതിഹ്യമുണ്ട്. അപ്പോഴാണ് പൂർണ്ണമാവുക, ഭരണിയിൽ പോയതിന്റെ ആ പുണ്യം പൂർണ്ണമാവുക. ഇവിടത്തെ ഭരണിയിൽ പങ്കെടുത്ത് അതിനുശേഷം നേരെ കൊടുങ്ങല്ലൂർ ഭരണിയിൽ പോകണം എന്നുള്ളതാണ്. പണ്ട് ഇവിടെ മുഴുവൻ വനമായിരുന്നുവെന്നും ആ വനത്തിലൂടെ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് കരിക്ക് വിൽക്കാൻ വേണ്ടി പോയ ഒരു കച്ചവടക്കാരനെ ഒരു യുവതി സമീപിച്ചിട്ട് ഒരു കരിക്ക് ചോദിച്ചു. കൊടുക്കാൻ പൈസ ഉണ്ടായിരുന്നില്ല, തിരിച്ചു വരുമ്പോൾ തരാം എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരു ഐതിഹ്യം നിങ്ങളൊക്കെ കേട്ട് കാണും. നിങ്ങളുടെ ക്ഷേത്രമാണ്, നമ്മുടെ ഈ ഭാഗത്തുള്ള ഭക്തജനങ്ങളൊക്കെ വളരെ ആ ഐതിഹ്യങ്ങളുമായിട്ടൊക്കെ ബന്ധമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും വളരെ ഐതിഹ്യ പ്രാധാന്യമുള്ള പുരാതനമായൊരു ക്ഷേത്രം. 1922 കൊച്ചി ദിവാൻ ഒരു ഉത്തരവിറക്കി. ആ ഉത്തരവ് എന്താണ്? ആ ഉത്തരവ് ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള പുറമ്പോക്ക് ഭൂമി മുഴുവൻ ദേവസ്വം പുറമ്പോക്കാക്കി കണക്കാക്കണം. 1922 ദിവാന്റെ ഉത്തരവാണ്. അപ്പോൾ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റവന്യൂ പുറമ്പോക്കായിട്ട് അന്ന് കിടക്കുന്ന ഭൂമി അതെല്ലാം ദേവസ്വം ഭൂമിയായിട്ട്, ദേവസ്വം പുറമ്പോക്ക് ഭൂമിയായിട്ട് കണക്കാക്കണം എന്ന് പ്രതിഷേധം കൊണ്ട്, നമ്മുടെ പ്രതിഷേധത്തിന്റെ ശക്തി കൊണ്ട് ഇവിടുത്തെ കൗൺസിലർക്ക് വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റരുത്. അതിന് വാളും വടിവാളും പരിചയമൊന്നും വേണ്ട. ഭക്തന്റെ രോഷം മാത്രം മതി, ഭക്തന്റെ ആത്മവിശ്വാസം മതി, ഭക്തന്റെ പ്രതികരണ ശേഷി മതി. ഒരു നരസിംഹത്തിന്റെ അവതാരത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കരുത്. ശിലാജാഠ്യമായി നിലകൊള്ളുന്ന ഹൈന്ദവ സമൂഹത്തിന്റെ മസ്തകത്തിലടിച്ച് പുറത്തു വരാൻ ഒരു നരസിംഹവുമില്ല. നാം തന്നെ നരസിംഹമായി രൂപം പ്രാപിക്കണം. ഹൈന്ദവ സമൂഹം അതിനിന്ദ്യമായ അടിമത്തത്തിന്റെ കാൽച്ചങ്ങല പൊട്ടിച്ചെറിഞ്ഞു നമ്മുടെ കാലുകളിൽ രാഷ്ട്രീയം തീർത്ത, ജാതി തീർത്ത അടിമത്തത്തിന്റെ ചെങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ ഹൈന്ദവ സമൂഹം നമ്മുടെ നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി, നമ്മുടെ ധാർമ്മികമായ അവകാശങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ തയ്യാറായിക്കൊണ്ട് ഈ സമരം തീർച്ചയായും ഇവിടം കൊണ്ട് അവസാനിക്കാൻ പോകുന്ന സമരമല്ല. ഈ സമരം നിയമപരമായിട്ടും ജനകീയമായിട്ടും നേരിടാൻ
അത് ഹിന്ദു ഐക്യവേദി തന്നെ മുന്നിലുണ്ടാകും. നിങ്ങൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ ക്ഷേത്രം നമ്മുടേതാണ്. ഒരു ഭരണകൂടത്തിന്റെയും ഒത്താശയോടെ, ഒരു ഭരണകൂടത്തിന്റെയും നക്കാപ്പിച്ച നടത്തിയെടുത്തതാണ് ഓരോ ക്ഷേത്രങ്ങളും. അത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ ഹിന്ദുവിന്റെയും ചങ്കുറപ്പിലുണ്ടാകണം. അതിന് മുഴുവൻ ഹൈന്ദവ സമൂഹം തയ്യാറാവണം, മുന്നോട്ട് വരണം. ഹിന്ദു ഐക്യവേദിയുടെ സമര പരിപാടികളിൽ, അതേപോലെ അതിന്റെ നിയമ പോരാട്ടങ്ങളിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ 1 ഇഞ്ച് ഭൂമി പോലും ആർക്കും വിട്ടുകൊടുക്കില്ല ഞങ്ങൾ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സഹന സമരത്തിന്, ഒരു സാഹസിക സമരത്തിന് നമുക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മുഖ്യപ്രഭാഷണം നടത്തി. കേരളത്തിലുടനീളം ക്ഷേത്രഭൂമികൾ കയ്യേറ്റം നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഇപ്പോൾ അതിനെല്ലാം അപ്പുറം ക്ഷേത്രങ്ങളിലെ സ്വർണ്ണ ഉരുപ്പടികൾ വരെ മോഷ്ടിക്കുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുകയാണെന്നും ഇതിനെല്ലാം സംരക്ഷിക്കേണ്ട ചുമതല ഓരോ ഹൈന്ദവന്റെയും കടമയാണെന്ന് വിചാരിച്ചുകൊണ്ട് ജാതിഭേദങ്ങൾ മറന്ന് ഒറ്റക്കെട്ടായി പൊരുതണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. തുടർന്ന് പരിപാടിക്ക് ഐക്യദാർഢ്യം നേർന്നുകൊണ്ട് BJP എറണാകുളം ജില്ലാ സെക്രട്ടറിയും തൃപ്പൂണിത്തുറ നഗരസഭാ കൗൺസിലറുമായ ശ്രീകുട്ടൻ തുണ്ടത്തിൽ സംസാരിച്ചു. ക്ഷേത്രഭൂമി സംരക്ഷണത്തിനായി പള്ളുരുത്തിയിലെ ഹൈന്ദവ ജനത നടത്തുന്ന പോരാട്ടങ്ങൾക്ക് അദ്ദേഹം എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകി. പരിപാടിയിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ ക്യാപ്റ്റൻ സുന്ദരം, സംസ്ഥാന സെക്രട്ടറി MC സാബുശാന്തി, ജില്ലാ സെക്രട്ടറി പ്രകാശൻ തുണ്ടത്തിൻകടവിൽ, മഹിളാ ഐക്യവേദി ജില്ലാ ഉപാധ്യക്ഷ രാഗിണി തുളസിദാസ്, VHP ജില്ലാ കമ്മിറ്റി അംഗം ബിജു, അഴുകിയകാവ് ക്ഷേത്ര ഉപദേശക സമിതി ഷൈൻ ജോത്സ്യൻ തുടങ്ങിയവർ വേദിയിൽ സന്നിധരായിരുന്നു. ഹിന്ദു ഐക്യവേദി കോർപ്പറേഷൻ സമിതി ജനറൽ സെക്രട്ടറി PP മനോജ് ഗജാഞ്ചി, MS ഭാഗവത് സിംഗ്, സംഘടനാ സെക്രട്ടറി PV ജയകുമാർ, കമ്മിറ്റി അംഗം രാജേശ്വരൻ ഇടക്കൊച്ചി, മേഖലാ ജനറൽ സെക്രട്ടറി അജയ് നായിക്, അധ്യക്ഷൻ AR അശോകൻ, ഉപാധ്യക്ഷൻ മുരുകരാജ്, ഗജാഞ്ചി, CS സന്തോഷ്, സെക്രട്ടറിമാരായ ഗണേഷ് കുമാർ, VV സോമൻ, സുരേഷ് രാഘവൻ, ഗോവിന്ദൻ, മഹിളാ ഐക്യവേദി താലൂക്ക് അധ്യക്ഷ ഹേമ സാജൻ, സെക്രട്ടറി ശൈല ഗണേഷ് എന്നിവരെ കൂടാതെ വിജയരാഘവൻ, വിശ്വനാഥൻ, ഉമേഷ്, ദിലീഷ്, ഹരീഷ്, രാജേഷ്, രജേഷ്, നന്ദകുമാർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മേഖലാ സെക്രട്ടറി രാജേഷ് മോഹൻ നന്ദി പറഞ്ഞു. ഹിന്ദു ഐക്യവേദിയുടെയും വിവിധ ഹൈന്ദവ സാമുദായിക സംഘടനകളുടെയും നേതാക്കളെയും പ്രവർത്തകരെയും കൂടാതെ നിരവധി ഭക്തജനങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിന് ശേഷം ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു മറ്റ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒപ്പം നിലവിൽ പുറമ്പോക്ക് എന്ന് സർക്കാർ അവകാശപ്പെടുന്ന ക്ഷേത്രഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന അഴുകിയകാവ് ക്ഷേത്രത്തിന്റെ ശ്രീമൂലസ്ഥാനത്ത് സന്ദർശനം നടത്തി തൊഴുതു മടങ്ങി. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.